യൂഫിൻ്റെ പോലും വെച്ചിങ്ങനെ പല്ലൊക്കെ തേച്ചല്ലേ സംഭവം സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ചേട്ടായിമാരെ നമ്മൾ ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് ഓടാമെന്നാണ് കേട്ടോ. കുറേ ഓടിയിട്ട് ഇപ്പോൾ ഇടയ്ക്ക് നമ്മളിപ്പോൾ മാക്സിമം മാർക്കറ്റിൽ നിന്ന് നേരത്തെ 5-5:30 നമ്മൾ കടയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഓടാൻ വരുന്നുണ്ട്. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഓടുന്നുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ 7 മണിക്കാണ് കട തുറക്കുക. അപ്പോൾ അത്ര നേരം നമുക്ക് കടയിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നല്ല നൈസായിട്ട് അവിടെ നിന്ന് ഓടിയും കൊണ്ടുവരും. അപ്പോൾ ചേട്ടായിമാരെ നമ്മളിപ്പോൾ ഏകദേശം തോട്ടുപാലത്തിൻ്റെ അവിടെ വരുന്നു കേട്ടോ. കണ്ണനൂർ തോട്ടുപാലത്തിൻ്റെ അവിടെ ഓടാൻ വന്നിരിക്കുകയാണ്. മറ്റേ ഇനിയിപ്പോൾ നല്ല നൈസായിട്ട് പോട്ടെ. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അച്ഛൻ വരുമ്പോഴേക്കും ഏകദേശം 7 മണിയാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. എത്തിക്കഴിഞ്ഞാൽ പിന്നെ സാധനങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ട് വന്നിരിക്കുക. ഫുൾ സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി അച്ഛൻ വന്ന സാധനങ്ങളൊക്കെ കടയിൽ അടക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ അവിടുത്തെ കട വന്നിട്ട് തുറക്കണത് 9 മണിയാകും കേട്ടോ. 9 മണി കഴിയും. അത് സാധാരണ ഒരു കണക്കാണ്. 9 മണി കഴിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. എത്ര നേരത്തെ വന്നാലും നേരം വൈകി വന്നാലും നമ്മുടെ കണക്ക് 9 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ചേട്ടായിമാരെ. അപ്പോൾ തിങ്കളാഴ്ച ആയിട്ട് ഇങ്ങനെ ഈ നൈസായിട്ട് വന്നതാണ്. ചേട്ടായിമാരെ അത്യാവശ്യം ആളുകൾ ഓടാനൊക്കെ വരുന്നുണ്ട്, നടക്കാനൊക്കെ വരുന്നുണ്ട്. പക്ഷേ നേരത്തെ വന്ന അത്രയൊന്നും ആളുകളെ കാണാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ മാക്സിമം ഇതാകാൻ നിന്നില്ല. നേരത്തേക്കാണെങ്കിൽ നിറയെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ പോയോ എന്നുള്ളത് എനിക്ക് അറിയില്ല. നേരത്തെ പോകാൻ പോകാറില്ല. ഞാൻ അതിരാവിലെ ഇപ്പോൾ ഏകദേശം 6 മണിയല്ല ഉള്ളൂ. ഓട്ടേട്ടോ ഏകദേശം 6 തന്നെ ആയിട്ടുള്ളൂ. ഞാൻ അവിടെ നിന്ന് 5:30 5:45 അവിടെ നിന്ന് കടല അവിടെ നിന്ന് ചാടി വന്നാണ്. അപ്പോൾ നമ്മൾ കണ്ണനൂർ തോട്ടുപാലത്തിൻ്റെ അവിടെ നിന്ന് കണ്ണനൂർ ജംഗ്ഷൻ എത്താറായി. അപ്പോൾ ഏകദേശം 6:30 അത്യാവശ്യം ആളുകൾ കമ്മിയാണ് തോന്നുന്നു. നേരത്തെയൊക്കെ നിറയെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും അങ്ങനെ വരുന്നില്ല തോന്നുന്നു. അപ്പോൾ അവനവൻ്റെ ശരീരം അവനവൻ്റെ ബുദ്ധിയൊക്കെ വികസിക്കണം പറഞ്ഞാൽ അവനവൻ തന്നെ വർക്ക് ചെയ്യണം. വേറെ ആരും വർക്ക് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പരിശ്രമിക്കുമ്പോൾ മാത്രമേ എല്ലാത്തിനും നമുക്കൊരു എങ്ങനെ പറയുക ഒരു എനർജി അല്ലെങ്കിൽ ഒരു നീതിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഓരോന്നിൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾക്ക് വേണ്ട കാര്യം മാത്രം ആരും ചെയ്യില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം ചെയ്തിട്ട് വേണം മറ്റുള്ള കാര്യങ്ങളും കൂടി ചെയ്യാൻ. അപ്പോൾ എല്ലാം കൂടി ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾക്കൊക്കെ നന്നായിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഒരു സാമ്പാർ വയ്ക്കുന്ന സമയത്ത് വെറും മുരിങ്ങക്കായും മത്തനും മുളങ്ങിയിട്ടുകൊണ്ട് സാമ്പാറാവില്ല. എല്ലാ സാധനങ്ങളും കുറേശ്ശെ ചേർത്തുമ്പോൾ മാത്രമേ അതിന് ടേസ്റ്റ് കൂടുള്ളൂ. അതേപോലെയാണ് നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യം നമ്മുടെ ബുദ്ധിയും നമ്മുടെ ബിസിനസ് എല്ലാം. അപ്പോൾ എല്ലാം കൂടി നമ്മൾ കലക്കി തിരിച്ച് മറിച്ച് പോകണം. പക്ഷേ ഇതിന് വേറൊരു കാര്യം കേട്ടോ, നല്ല റിസ്ക് ആലോചിക്കാൻ പാടില്ല. റിസ്ക് എടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് അടിപൊളി എനർജി വന്നുകൊണ്ടേയിരിക്കും. പിന്നെ റിസ്ക് എടുത്ത് ശീലമാകുന്ന സമയത്ത് പിന്നെ നമുക്ക് എന്ത് റിസ്ക് കണ്ടാലും ഇതൊന്നും തോന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. നമ്മൾ ചെറുപ്പം മുതലേ നായി പെടാപ്പാട് വിട്ട് പണി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും തോന്നില്ല. എന്നാൽ പിന്നെ ഓക്കെ, ഞാൻ വേഗം കടയെ തട്ടി. ചേട്ടായിവരെ എൻ്റെ മുഖത്തൊക്കെ എന്തോ ഉണ്ട്. ഒരു കോല് കിട്ടിയിട്ട് നമുക്ക് ഇപ്പോൾ കോല് വെച്ച് നമ്മൾ പല്ല് വെച്ചുകൊണ്ടിരിക്കുക. ആയുർവേദത്തിൻ്റെ നമ്മളെ 1-ാം തരം എന്താണ് വേപ്പിൻ്റെ കോലാണ്. വേപ്പിൻ്റെ തണ്ടാണ് വേപ്പിൻ്റെ കോല്. വേപ്പിൻ്റെ കോല് വെച്ചിങ്ങനെ പല്ലൊക്കെ തേച്ചല്ലേ സംഭവം സെറ്റായിട്ടുണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ പല്ലിനൊക്കെ നല്ല ബലം കിട്ടും. പല്ലിന് നല്ല ബലം കിട്ടും, നന്നായിട്ടുണ്ടാകും. നമ്മൾ പേസ്റ്റ് കാര്യങ്ങളൊക്കെ തേക്കുന്നതിന് വെച്ച് നല്ലതാണ്. ആ കാര്യം പറയാം, നമ്മൾ ആരുടെ പറയില്ല എന്ന് പറഞ്ഞാൽ പറയാം. എന്താണെന്നറിയാം, ഞാൻ മാക്സിമം രാവിലെ പല്ലൊന്നും തേക്കില്ല കേട്ടോ. പല്ല് തേക്കില്ല എന്നല്ല, പല്ല് തേക്കാണ്ടാണ് രാവിലത്തെ ചിലപ്പോൾ വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പല്ലൊക്കെ തേക്കുക അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. എന്താ പറയുക, രാവിലത്തെ നമ്മൾ എണിച്ച വഴി നമ്മൾ പല്ല് തേച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് കുറേ നല്ല ഫംഗസുകളിനെ നമുക്ക് നഷ്ടം വരും. കാര്യം ചോദിച്ചാൽ നമ്മൾ എണിച്ച വഴി നമ്മുടെ വായിൻ്റെ സൈഡിലൊക്കെ നല്ല
അണുക്കളുണ്ട്. നമുക്ക് വയറിലേക്ക് പോകേണ്ട നല്ല അണുക്കളുണ്ട്. നമ്മൾ അതിൽ നിന്ന് കഴുകി കളയാൻ പാടില്ല. പണ്ടൊക്കെ ബെഡ് കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പല്ല് തേക്കില്ല എണിച്ച വഴി കുടിക്കുന്ന സാധനമാണ്. അത് അതിൻ്റേതായ പോലെ ഒരു രീതികളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ രാവിലെ എണിച്ച വഴി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം നമ്മുടെ വായിൽ അത്യാവശ്യം നമുക്ക് വയറിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട അണുക്കളുണ്ട്. നമുക്ക് വേണ്ട നല്ല അണുക്കൾ വന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പോകും. ഉള്ളിലേക്ക് പോകുമ്പോൾ സമയത്ത് നമ്മുടെ ഉള്ളിലെ പ്രവർത്തനങ്ങളൊക്കെ വൃത്തിയാക്കും. മോശം പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വൃത്തിയാകും. അപ്പോൾ നമ്മളെ ഏകദേശം അങ്ങനെയൊക്കെ ചെയ്യാറ് പറ്റുന്ന പോലെയൊക്കെ. പിന്നെ അപ്പോൾ നടന്നു വന്നപ്പോൾ വലിയ കഴിക്കാണ്ട് ഒരു തണ്ട് കിട്ടിയ കൊണ്ട് ഒരു പട അതായത് അടിപൊളിയല്ലേ. വ്യത്യസ്തം ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം തന്നെ വ്യത്യസ്തമല്ലേ. നമ്മൾ വിചാരിക്കുന്നില്ല ഇന്ന് വിചാരിക്കുന്നില്ല നാളെ. അപ്പോൾ അതുപോലെയുള്ള അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഏട്ടായി അവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ഷെഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നോക്കട്ടെ എന്താണ്. അപ്പോൾ ഏട്ടായിമാരെ പരിചയമുള്ള ഒരു ഏട്ടനാണ് കേട്ടോ. ബസ്സുകാരനൊക്കെ നമ്മൾ നടക്കാൻ പോകുമ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആശുപത്രിക്ക് കാര്യങ്ങളൊക്കെ എന്തോ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളെടുത്ത് കുറച്ച് നേരം സംസാരിച്ച ആളുടെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ നൈസായിട്ട് വിട്ടു കേട്ടോ. അതന്നെ അവസ്ഥ. അവിടെ തുറക്കുന്നുണ്ട് ഇപ്പോൾ തുറക്കുന്നുണ്ടോ? അവിടെ സമയമാവും 9 മണിയായി. ഞാൻ പോട്ടെ എന്നാ പിന്നെ. ശരി എന്നാ വിശേഷം ഇല്ലല്ലോ ആയിക്കോട്ടെ. പരിചയമുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ നിർത്തിയാണ്. ആളടുത്ത് വിശേഷം ചോദിച്ചപ്പോൾ ഷുഗർ BP ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമെന്നൊക്കെ എന്ന് പറഞ്ഞു. കുറേ സൈഡ് തളർന്നിട്ട് ആൾ ഇരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ആളങ്ങനെ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് രാവിലെ അഞ്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു മക്കളെ. ഏകദേശം കടയെത്താറായിട്ടുണ്ട്. ഞാൻ അച്ഛൻ വന്നിട്ടുണ്ടാകും തോന്നിയില്ല. 7 മണിയാകേണ്ടി വരില്ലല്ലോ. അപ്പം നമ്മൾ മുഖത്തൊക്കെ എന്താണ് അത് നമ്മുടെ ഇതിൻ്റെ പൊടിയാണ് കേട്ടോ. വേറെ വിചാരിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ പോരാ, ഇതെല്ലാവരും കണ്ടിന്യൂസ് ചെയ്യണം. എല്ലാവരും കണ്ടിന്യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ കുട്ടി വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ല അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും നമ്മൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഞാൻ നിർത്തി. ഞാൻ പോട്ടെ എന്നാൽ. ബൈ.